മോർണിംഗ് മാഡം. മോർണിംഗ്. ടേക്ക് യു സീറ്റ്. എന്താണ് മാഡം അത്യാവശ്യമായിട്ട് കാണുമെന്ന് പറഞ്ഞത്? സി മിസ്റ്റർ ഗോപാൽ, ഞാൻ നിങ്ങളുടെ MD ആണെങ്കിലും ഈ സ്ഥാപനത്തിൽ എന്നേക്കാൾ സീനിയോറിറ്റി നിങ്ങൾക്കാ. ഈ സ്ഥാപനത്തെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളിലും എന്നേക്കാൾ അറിവും നിങ്ങൾക്കാ. നാച്ചുറലി. ടെൽ മീ, വാട്ട് ഹെൽപ്പ് റിക്വയർ ഫ്രം മീ? ഐ നീഡ് എ പേഴ്സണൽ ഹെൽപ്പ് ഫ്രം യു. മിസ്റ്റർ ഗോപാലിനറിയാം, എനിക്ക് അച്ഛനും അമ്മയില്ല. എൻ്റെ ഏട്ടൻ കൊലപാതക കേസിൽപ്പെട്ട് ജയിലിനകത്തും പുറത്തുമായിട്ട് കഴിയാ. ഭാഗ്യം എന്നെ അനുഗ്രഹിച്ചതുകൊണ്ട് എനിക്ക് GK മേനോൻ എന്ന കോടീശ്വരന്റെ പത്നിയാവാനുള്ള ഭാഗ്യമുണ്ടായി. ഇതൊക്കെ എന്നോട് എന്തിനു പറയുന്നല്ലേ? സി മിസ്റ്റർ ഗോപാൽ, ഞാനും ഒരു സ്ത്രീയാണ്. മേനോൻ ചേട്ടന്റെ ശാരീരിക വൈകല്യങ്ങൾ താങ്കൾക്കും അറിയാവുന്നതാണ്. അദ്ദേഹത്തോട് എനിക്ക് സ്നേഹത്തെക്കാൾ കൂടുതൽ സഹതാപ. ഐ മീൻ, മേനോൻ ചേട്ടന്റെ സഹോദരിയെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കിയത് ഞാനാ. നിങ്ങൾക്ക് അവരോട് വളരെ അടുത്ത ബന്ധമാണെന്ന് എനിക്കറിയാം. ബട്ട് ആ ബന്ധത്തെക്കാൾ എന്തുകൊണ്ടും കൂടുതൽ പ്രയോജനം ഞാനുമായിട്ടൊരു സൗഹൃദം സ്ഥാപിക്കുന്നതല്ലേ? അത് പണം, സ്ഥാനക്കയറ്റം, ഏറെ സൗകര്യങ്ങൾക്കൊപ്പം ഈ കമ്പനിയുടെ മുഴുവൻ ചാർജും. അതാണ് എൻ്റെ ഓഫർ. ഓഫർ കൊള്ളാം, പക്ഷേ അതിന് പകരമായിട്ട് പറയാം. വെറുതെ സൗജന്യങ്ങൾ നൽകാൻ പറ്റില്ലല്ലോ. നിങ്ങൾ എൻ്റെ വിശ്വസ്തനാവണം. ഐ മീൻ, ഒരിക്കലും ചതിക്കാത്ത, എന്ത് കാര്യങ്ങളും അപ്പപ്പ പറയുന്ന, എന്നോട് മാത്രം കൂറു പുലർത്തുന്ന എ ട്രൂ ആൻഡ് ഓണസ്റ്റ് ഫ്രണ്ട്. മാഡം അങ്ങനെ പറഞ്ഞാൽ മറ്റാരും ഇല്ലാത്തപ്പോ നിങ്ങൾ എന്നെ വർഷേന്ന് വിളിച്ചോളൂ. നമ്മൾ തമ്മിൽ ഒരു ഫോർമാലിറ്റി ഇനി വേണ്ട. ഇറ്റ്സ് എ ബിഗ് ഓഫർ. ഇത് ആർക്കും നിരസിക്കാൻ പറ്റുക? ഐ അഗ്രി. ദാറ്റ്സ് നൈസ് ഓഫ് യു. നമ്മുടെ പുതിയ സൗഹൃദത്തിന്റെ തുടക്കം ഒരു അസൈൻമെന്റോടെ ആവാം. ഗോപാലിനെ അറിയാലോ, ആ മാത്യൂസ് അച്ചായനെ. ആളൊരു കുറുക്കനാ. പക്ഷേ ആ കുറുക്കനെ നമുക്ക് വേണം. അയാളുടെ സഹായം കൊണ്ടാ നീരേറ്റ് തറവാട് എന്റെ കയ്യിലേക്ക് ഇപ്പൊ വരാൻ പോകുന്നത്. പക്ഷേ അയാളൊരു സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ആണോ എന്ന് എനിക്കൊരു സംശയം. ആണ്. അയാൾക്ക് അയാളോടല്ലാതെ ആരോടും കൂറില്ല. പണത്തിന് വേണ്ടി എന്തും ചെയ്യും. ഓന്തിനെ പോലെ നിറം മാറും. അന്യരുടെ ദുഃഖം കണ്ട കൈ കൊട്ടിച്ചിരിക്കും. എക്സലന്റ് മിസ്റ്റർ ഗോപാൽ, ഞാൻ വിചാരിച്ചാലും സമർത്ഥനാ. മാത്യൂസ് അച്ചായനെ നിങ്ങൾ കൃത്യമായിട്ട് റീഡ് ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് അസൈൻമെന്റിനെ പറ്റി പറഞ്ഞില്ല. അച്ചായൻ തുരപ്പം പണി തുടങ്ങിക്കഴിഞ്ഞു. നീരേറ്റ് തറവാട് വാങ്ങുന്ന ഇടപാടിൽ അയാൾ കരുതിയ പോലെ ഞാൻ അയാൾക്ക് പണം കൊടുത്തില്ല. അതിനയാൾ എനിക്കെതിരെ ടോർപിഡോ ചെയ്തു തുടങ്ങി. എങ്ങനെ? അയാൾ എന്റെ മേനോൻ ചേട്ടനോട് അനാവശ്യം പറഞ്ഞു. ഞാൻ എന്റെ പൂർവ്വകാല കാമുകനുമായി ഇപ്പോഴും സൗഹൃദത്തിലാണെന്ന്. മേനോൻ ചേട്ടന്റെ പെരുമാറ്റത്തിൽ ചില മാറ്റങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. എന്നെ ജീവനെ പോലെ സ്നേഹിച്ചിരുന്ന ആളാ അദ്ദേഹം. പക്ഷേ ഇപ്പോ ആ പെരുമാറ്റത്തിൽ ചില നിറമാറ്റം ഞാൻ കാണുന്നു. മാഡം, സത്യത്തിൽ മാഡം സുധീഷുമായി ഇപ്പോഴും കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. നിങ്ങളതെങ്ങനെ അറിഞ്ഞു? മേനോൻ സാറിന്റെ സിസ്റ്റർ ഈ കാര്യം അന്വേഷിക്കാൻ എന്നോട് പറഞ്ഞു. പിന്നെ ഞാൻ മാഡത്തിന്റെ മൊബൈൽ ഫോൺ ഡീറ്റെയിൽസ് രഹസ്യമായി എടുത്തു. പ്രിന്റ് ഔട്ട് എന്റെ കയ്യിലുണ്ട്. എന്നിട്ടത് മേനോൻ ചേട്ടന്റെ സിസ്റ്ററിന് കൊടുത്തോ? അവർ സ്ഥലത്തില്ല, നാളെ വരും. ഓക്കെ, ഫൈൻ. ആ പേപ്പറുകൾ എനിക്ക് തരണം. എന്നിട്ട് മറ്റൊരു പേപ്പർ, ഐ മീൻ ഞാൻ സുധീഷുമായി സംസാരിച്ച ഡീറ്റെയിൽസ് നീക്കി പ്രിന്റ് ഔട്ട് എടുത്ത് അവർക്ക് കൊടുക്കണം. യെസ്, ദാറ്റ്സ് ഡൺ. ഗുഡ്. ഇറ്റ്സ് എ വെരി ഗുഡ് ബിഗിനിങ് ഫോർ അവർ ഫ്രണ്ട്ഷിപ്പ്. മാത്യൂസ് ഒരു നുണയനാണെന്നും അയാൾ അപവാദങ്ങൾ പറഞ്ഞു പരത്തുകയാണെന്നും നിങ്ങൾ തന്ത്രപൂർവ്വം മേനോൻ ചേട്ടനെ പറഞ്ഞു ധരിപ്പിക്കണം. മാഡം വിഷമിക്കണ്ട, ഇക്കാര്യം ഞാൻ ഏറ്റു. ഓക്കെ ഗോപാൽ, ഇപ്പൊ മുതൽ നമ്മൾ നല്ല സുഹൃത്തുക്കൾ. ഗുഡ്, വെരി ഗുഡ്.
നീ ഇത്ര മിടുക്കനാണെന്ന് ഞാൻ കരുതിയില്ല. കാട്ടുകിഴക്കൻ ചുട്ടു നിന്ന് നടക്കുന്ന ഒരു മണ്ടനാണെന്നാ ഞാൻ കരുതിയേ. പക്ഷേ ഇപ്പൊ ആ അഭിപ്രായം മാറിയില്ലായോ? ഈ അച്ചായൻ ഇടപെട്ട് മാറ്റി. യെസ്, ആ അത് നന്നായി. നീരേറ്റുകാരുമായുള്ള നിന്റെ കണക്ക് തീർക്കാൻ ഞാൻ നിന്നെ സഹായിക്കാം. നിന്നെ അപമാനിച്ചതുപോലെ തന്നെ ആ സെലീന പലവട്ടം എന്നെ അപമാനിച്ചിട്ടുണ്ട്. അന്നൊക്കെ സോനയോർത്ത് നിസ്സഹായനായി ഞാൻ ഒതുങ്ങി നിന്നതാ. ഇനിയിപ്പോ കണക്ക് തീർക്കാനുള്ള സമയം. നീ എന്നോടൊപ്പം നിൽക്കാമെങ്കിൽ നിനക്ക് വേണ്ടതെല്ലാം ഞാൻ തരും. ചിന്നുവിനും എൻ്റെ കൊച്ചിനെയും അവർ വീട്ടുതടങ്കലിലാക്കി. അവളുടെ മനസ്സ് മാറ്റിച്ചു. ഞങ്ങളുടെ വിവാഹബന്ധം വേർപെടുത്താനുള്ള നോട്ടീസിന് അവൾ മറുപടി അയച്ചു. ബന്ധം അറുത്ത് മാറ്റാൻ സമ്മതമാണെന്നും പറഞ്ഞു. എല്ലാം ആ കളവൻ കൃഷ്ണപിള്ളയും പാർവതിയും സെലിനെയും ചേർന്ന് ചെയ്ത് ചതിയാ. ആട്ടെ, നിനക്കിനി ആ ബന്ധം തുടരണം. ആദ്യം അത് പറ, ചിന്നുവുമായിട്ടുള്ള ബന്ധം. എന്നെ വേണ്ടത് ഭാര്യയെ എനിക്കും വേണ്ട. മിടുക്കൻ. ദേ, ആണുങ്ങളായാൽ എടാ ആ ചിന്നു ഒരു പുകഞ്ഞ കൊള്ളിയാ. അത് പോയ വഴിക്ക് പോട്ടെന്ന്. ദേ, നല്ല ഒന്നാം തരം ഒരു പെണ്ണിനെ ഈ അച്ചായൻ കണ്ടെത്തി തരും. ഹ, പെണ്ണ് കാണൽ സംബന്ധം പിന്നെ മതി. ഇനി കാര്യത്തിലേക്ക് കിടക്കാം. ആദ്യം നീരേറ്റുകാരുടെ നട്ടലൊടിക്കണം. അതിനുള്ള ഏറ്റവും വലിയ ആയുധ അമ്മുക്കുട്ടി. അതിന് അത് അനാഥ കുട്ടികളാണെന്നല്ലേ പറഞ്ഞത്? ആര് പറഞ്ഞു? അല്ല, ആരാ പറഞ്ഞേ? അതിലാരാ ശരിക്കും അമ്മുക്കുട്ടി? അതാരാണെന്ന് എനിക്കറിയാം. പക്ഷേ യഥാർത്ഥ അമ്മുക്കുട്ടിയെ തിരിച്ചറിഞ്ഞാൽ ആ നിമിഷം പ്രദീപ് അവളെ സ്വന്തമാക്കും. അതോടെ നമ്മുടെ പദ്ധതികളെല്ലാം പൊളിയും. അതിനിപ്പോ ആരാ ആ സത്യം പറയാൻ പോകുന്നത്? ശ്യാം സാറിന് മാത്രമല്ലേ ആ സത്യം അറിയൂ? ശ്യാം സാർ ഒട്ട് പറയാൻ പോണില്ല. അപ്പൊ പിന്നെ ആരറിയും ആ സത്യം? അറിയും, അവരാ സത്യം അറിയും. അതെങ്ങനെ? ഓ, വല്ല ജ്യോത്സ്യന്മാരെയും കണ്ടു കാണും. അല്ല, അത് ശാസ്ത്രീയമായി അറിയാനുള്ള മാർഗം ഇപ്പോൾ ഉണ്ട്. DNA ടെസ്റ്റ് എന്ന് പറയും. അത് നടത്താൻ പ്രദീപും ഡോക്ടർ പാർവതിയും ചേർന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. ആ സെലീനയുടെ നേതൃത്വത്തിൽ. അപ്പോ സംഗതി ആകെ കുഴഞ്ഞു. ഇനിയിപ്പോ സോനയുടെ സ്വത്തുക്കൾ കൈക്കലാക്കാമെന്ന ശ്യാം സാറിന്റെ പദ്ധതി നടപ്പിലാകുകയല്ല. അതിന് ടെസ്റ്റ് റിസൾട്ട് ശരിയായില്ലെങ്കിലോ? അതെങ്ങനെ? വലിയ ഡോക്ടർമാരല്ലേ അതൊക്കെ ചെയ്യുന്നത്? പാർവതിക്കാണെങ്കിൽ അവരൊക്കെ നല്ല പരിചയമില്ല. അവിടെയാണ് കരുമ എനിക്ക് നിന്റെ സഹായം വേണ്ടത്. ഞാനെന്ത് ചെയ്യാനാ? DNA ടെസ്റ്റ് നടത്തുന്ന ഡോക്ടറെ എനിക്കറിയാം, ഒരു റോയ് ഫിലിപ്പ്. കാശ് കൊടുക്കാനാണെങ്കിൽ കരിമൻ എന്നാത്തിനാ? ഞാൻ പോയാ പോരായോ? കാശ് കൊടുത്താൽ മാത്രം പോരാ. അയാൾ പണത്തിൽ വീഴുന്ന ഡോക്ടറല്ല. അയാളെ നമ്മൾ കെണിയിൽ വീഴ്ത്തണം. ഞാനെന്താ ചെയ്യണ്ടേ? പറയാം. അയാൾക്ക് ഒരേ ഒരു മകളേ ഉള്ളൂ, +2 പഠിക്കുന്ന റോമി ഫിലിപ്പ്. അവൾ സ്കൂളിൽ പോയി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തരുത്. എന്നുവെച്ചാ തട്ടിക്കളയണമെന്ന്? എന്റെ കർത്താവേ, അത് ഇത്തിരി കടന്ന കയ്യാന്നല്ലോ. മാത്യു സച്ചൻ തോക്കി കയറി വെടിവെക്കണ്ട. ഞാൻ ഡോക്ടറെ കാണുന്നില്ല. മര്യാദയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ വരുതിക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അയാൾ സമ്മതിച്ചില്ലെങ്കിൽ? സമ്മതിക്കാൻ തീരെ സാധ്യതയില്ല. നമ്മൾ ആ ഡോക്ടറുടെ മകൾ റോമയെ കിഡ്നാപ്പ് ചെയ്യുന്നു. ആരും അറിയാതെ എന്റെ സംഗീതത്തിലേക്ക് മാറ്റുന്നു. എന്നിട്ട് ആ പെണ്ണിനെ എന്നാ ചെയ്യാനാ? ആ പെണ്ണ് ആ ഡോക്ടർ റോയ് ഫിലിപ്പിന്റെ ജീവനാ. അവളെ തിരിച്ച് ജീവനോടെ അയാൾക്ക് കിട്ടണമെങ്കിൽ നമ്മൾ പറയുന്ന പോലെ റോയ് ഫിലിപ്പ് ചെയ്യണം. ആരും അറിയാതെ ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുവരണം. അതാണ് കരിമന്റെ ജോലി. ശ്യാം സാറേ, അത് ഞാൻ... നിന്നെ എനിക്ക് നന്നായി അറിയാം. തീവ്രവാദിയായി തോക്കുമേന്തി കാട്ടിൽ കഴിഞ്ഞതൊക്കെ എനിക്ക് നന്നായി അറിയാം. അന്ന് നിന്റെ തോക്കിന്റെ കത്തിയുടെ മുന്നിൽ പലരും പിടഞ്ഞു വീണ് മരിച്ചിട്ടുണ്ടെന്നും അറിയാം. നീ ഞാൻ പറയുന്നതനുസരിച്ചാൽ നീ പറയുന്നതെല്ലാം ഞാൻ ചെയ്യാം. പിന്നെ നീ ഭയപ്പെടുന്ന പോലെ നീ ഒറ്റയ്ക്കായിരിക്കില്ല ഇതൊക്കെ ചെയ്യുക. നല്ല പരിചയസമ്പത്തുള്ള ആളുകൾ വേറെ എൻ്റെ കൂടെയുണ്ട്. ഇനി പറ,
DNA ടെസ്റ്റ് നടത്തുന്ന ഡോക്ടറുടെ മകളെ നീ തട്ടിക്കൊണ്ട് വരുമോ? വരാം. ഹലോ, ഡോക്ടർ റോയ് ഫിലിപ്പ് അല്ലേ? അതെ, ഡോക്ടർ റോയ് ഫിലിപ്പാണ്. ഡോക്ടർ, ഞാൻ ഡോക്ടറുടെ ഒരു ആരാധകനാണ്. ഹാ, നോൺസെൻസ്. നിങ്ങൾക്ക് വേറെ പണിയില്ലേ? ഛേ, ഇത് വലിയ ശല്യമായല്ലോ. ഹലോ, ഹലോ, ഡോക്ടർ വെറുതെ ചൂടാവണ്ട. ഒരു അത്യാവശ്യ കാര്യം പറയാനാണ് വിളിച്ചത്. ഡോക്ടർ ഫോൺ താഴെ വയ്ക്കരുത്. നിങ്ങൾ കാര്യം പറയും മിസ്റ്റർ. ഡോക്ടറുടെ മകൾ റോമി ഫിലിപ്പ് സ്കൂളിൽ നിന്ന് വീട്ടിലെത്തിയോ? ഹാ, അതെന്തിനാ നിങ്ങൾ അറിയുന്നത്? നിങ്ങൾ ആരാ? ഞങ്ങൾ ഡോക്ടർ റോയ് ഫിലിപ്പിന്റെ മോളെ തട്ടിക്കൊണ്ട് പോകുന്നവരാണ്. വാട്ട് ആർ യു ടോക്കിംഗ്? എന്റെ മകള്? ഭയപ്പെടേണ്ട, പരിഭ്രമിക്കുകയും വേണ്ട. ബഹളം വെച്ചാൽ നിങ്ങളുടെ മകളുടെ ജീവൻ അപകടത്തിലാവും. നിങ്ങൾ ആരാ? എന്തിനാ ഇത് എന്നോട് ചെയ്തത്? ഹലോ, ഹലോ. ഗുഡ് ഈവനിങ് ഡോക്ടർ. പ്ലീസ്, പ്ലീസ് യു മേ ഗോ. ഇന്ന് എനിക്ക് കൺസൾട്ടേഷൻ ഇല്ല. പ്ലീസ് ഗോ. വേണ്ട, ഞാൻ അതിനൊന്നും അല്ല വന്നത്. ഡോക്ടറെ സഹായിക്കാനാ. എന്നെയോ? വാട്ട് യു മീൻ? ക്ഷമയോടെ ഡോക്ടർ കേൾക്കണം. ഇപ്പോൾ ഫോൺ വിളിച്ച ആളുകൾ എൻ്റെ സുഹൃത്തുക്കളാണ്. നീ നീ ആരാ? ഞാനിപ്പോ പോലീസിനെ വിളിക്കും. ഇല്ല, ആരെയും വിളിക്കില്ല. മാത്രമല്ല, ഞാൻ പറയുന്നത് നല്ല കുട്ടിയായിട്ട് അനുസരിക്കുകയും ചെയ്യും. ഇല്ലെങ്കിൽ ഏക മകൾ റോമി ഫിലിപ്പിന്റെ ഡെഡ് ബോഡി ഡോക്ടറെ കാണേണ്ടി വരും. എന്തിനാ എന്തിനാ നിങ്ങൾ എന്നോട് കാട്ടിയത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? പണത്തിന് വേണ്ടിയാണെങ്കിൽ എനിക്കുള്ളതൊക്കെ തരാം. എന്റെ മോളെ ഒന്നും ചെയ്യരുത്. ദൈവത്തെ വിചാരിച്ച്. ഡോക്ടർ, യു പ്ലീസ് ബി ക്വയറ്റ്. ഞാൻ ഇന്ന് വരെ ആരും ദ്രോഹിച്ചിട്ടില്ല. ഇന്നേ വരെ ഒരു രൂപ പോലും ആരുടെയും കൈക്കൂലിയും വാങ്ങിയിട്ടില്ല. അതാണല്ലോ ഡോക്ടർ റോയ് ഫിലിപ്പിന്റെ കുഴപ്പം. കൈക്കൂലി വാങ്ങുന്ന ആളായിരുന്നെങ്കിൽ ഈ തട്ടിക്കൊണ്ടുപോകൽ നാടകം അരങ്ങേറില്ലായിരുന്നു. നിങ്ങൾ ആരാ? എന്താ നിങ്ങൾക്ക് വേണ്ടത്? പറയാം. പ്രദീപ് എന്നൊരാളിന്റെയും SP സെലീനയുടെ സഹോദരി സോനയുടെ മക്കളെന്ന് അവകാശപ്പെടുന്ന 2 പെൺമക്കളുടെയും DNA ടെസ്റ്റ് ഡോക്ടറല്ലേ നടത്തിയത്? അതെ. ആ ടെസ്റ്റ് റിസൾട്ട് പുറത്തു പോകരുത്. റിസൾട്ട് ശരിയായില്ല എന്ന് പറഞ്ഞ് അത് ക്യാൻസൽ ചെയ്യണം. അതെങ്ങനാ? അത് സാധ്യമല്ല. റിസൾട്ട് ശരിയായി കഴിഞ്ഞു. എങ്കിൽ ആ റിസൾട്ട് നശിപ്പിച്ച് കളയണം. ഏതെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ പറഞ്ഞ് ടെസ്റ്റ് ശരിയായി നടത്താൻ കഴിഞ്ഞില്ലെന്ന് പറയണം. അങ്ങനെ രേഖപ്പെടുത്തുകയും വേണം. ഇമ്പോസിബിൾ. അങ്ങനെയൊന്നും ചെയ്യാൻ എന്നെ കൊണ്ടാവില്ല. എങ്കിൽ പിന്നെ ഡോക്ടർ മകൾ റോമി ഫിലിപ്പിനെ ജീവനോടെ തിരിച്ചേൽപ്പിക്കാൻ എനിക്ക് സാധിച്ചൊന്നും വരില്ല. ഈ നഗരത്തിലെ അല്ല, ബാംഗ്ലൂർ നഗരത്തിലെ ഏറ്റവും കുഴപ്പക്കാരായ ഗുണ്ടകളുടെ പിടിയില്ല ആ കുട്ടി. എത്രയും വേഗം ഞാൻ പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ ഡോക്ടർ മകളെ അവര്... നോ, പ്ലീസ്, എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത്. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ബി എ ഗുഡ് ബോയ്. ഡോക്ടർ വേഗം ഹോസ്പിറ്റലിലേക്ക് പോയിക്കോളൂ. ഹോസ്പിറ്റൽ റെക്കോർഡ്സിൽ ഞാൻ പറഞ്ഞതുപോലെ എഴുതി വെക്കണം. എന്നിട്ട് എത്രയും വേഗം തിരിച്ചെത്തിക്കോളൂ. വഴിയിൽ വെച്ചോ ഹോസ്പിറ്റലിൽ വെച്ചോ ആരോടെങ്കിലും എന്തെങ്കിലും സംസാരിച്ചാൽ മകള് പിന്നെ തിരിച്ചെത്തില്ല. ഇല്ല, ഞാൻ സംസാരിക്കില്ല. എൻ്റെ ആളുകൾ ഡോക്ടറെ ഈ നിമിഷം മുതൽ ഫോളോ ചെയ്യുന്നുണ്ട്. മര്യാദക്ക് ഞാൻ പറയുന്ന പോലെ ചെയ്താ യുവർ ഡോട്ടർ വിൽ ബി ഓക്കെ. എന്റെ മകളെ എനിക്ക് തിരികെ കിട്ടും. ദാറ്റ്സ് മൈ വേർഡ്. ഡോക്ടർ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചെത്തുമ്പോൾ മകൾ റോമി ഇവിടെ ഉണ്ടാവും. നൗ യു മേ ഗോ ഫാസ്റ്റ്. എന്റെ കുഞ്ഞിനൊരു അപകടം ഉണ്ടാവരുത്. ഇല്ല, പക്ഷേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ ചെയ്യണം. I will do that. ഓക്കെ ഓക്കെ ഡോക്ടർ.
ആ